ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പാകിസ്ഥാനെതിരെ വീണ്ടും ശക്തമായ നടപടിയുമായി ഇന്ത്യ. ചിനാബ് നദിയിലെ ബാഗ്ലിഹാർ അണക്കെട്ടിലൂടെ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഇന്ത്യ തടഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വഖഫ് ഭേദഗതി നിയമം 2025 ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഹർജികളിൽ ഇന്ന് വാദം കേട്ട ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. ഹർജികളിൽ ഈ മാസം 15 വീണ്ടും വാദം കേൾക്കും. പൂരവിളംബരം കഴിഞ്ഞതോടെ തൃശ്ശിവപേരൂരിന്റെ മണ്ണ് പൂരത്തിനായി ആവേശപൂർവ്വം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് വിശ്വപ്രസിദ്ധ തൃശൂർ പൂരം. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി. നാളെ രാവിലെ ഘടകപുരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും KSRTCയുടെ പ്രതിദിന സർവീസുകൾക്ക് പുറമെ 65 സ്പെഷ്യൽ ബസ്സുകൾ സർവീസ് നടത്തും. ഫാസ്റ്റിന് മുകളിലുള്ള സർവീസുകൾ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ഓർഡിനറി സർവീസുകൾ ശക്തൻ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുമാണ് സർവീസ് നടത്തുക. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 18 കേരളത്തിലെത്തും. ശബരിമല ക്ഷേത്രത്തിൽ രാഷ്ട്രപതി ദർശനം നടത്തും. ഇതാദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് 2 ദിവസത്തിനുള്ളിലുണ്ടാകും. തിരുവനന്തപുരം വഴുതക്കാട് പ്രവർത്തിക്കുന്ന കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കാൻ 2 അംഗ സമിതിയെ നിയോഗിച്ചു. മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വിശദമായ റിപ്പോർട്ട് ശുപാർശകൾ സഹിതം 1 മാസത്തിനകം ലഭ്യമാക്കണമെന്നാണ് സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. പുതുക്കിയ പട്ടിക അനുസരിച്ച് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,32,384 പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവത്തിൽ DGPക്ക് പരാതി നൽകി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ്. SSLC, +2 കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി കൊടുത്ത അക്ഷയ സെന്റർ ജീവനക്കാരിയെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരിലുള്ള ഹാൾ ടിക്കറ്റുമായി പരീക്ഷ എഴുതാൻ ശ്രമിച്ച തിരുവനന്തപുരം പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 9 കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർവഹിക്കും. കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക പടർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധനയ്ക്കിടെ വീണ്ടും പുക ഉയർന്ന സാഹചര്യത്തിൽ സമ്പൂർണ്ണ ഫയർ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ചേർന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ ജില്ലയുടെ സവിശേഷതകൾക്കനുസരിച്ച് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉയർന്നു. +1 ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഈ വർഷം ആദ്യമായാണ് പൊതുപരീക്ഷകളോടൊപ്പം തന്നെ 1ാം വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ നടന്നത്. പേവിഷ പ്രതിരോധ വാക്സിൻ ഫലപ്രദമല്ലെന്നുള്ള ആക്ഷേപങ്ങൾ തള്ളി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. വാക്സിൻ എടുത്തിട്ടും കൊല്ലത്ത് പേവിഷബാധയേറ്റ പെൺകുട്ടി മരിക്കാനുള്ള പ്രധാന കാരണം കൈയിലെ നാഡിയിലേറ്റ ആഴമേറിയ മുറിവാണെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S ബിന്ദു പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന നീറ്റ് 2025 പരീക്ഷയിൽ ആധാർ അധിഷ്ഠിത ഫേസ് ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രായോഗിക പരീക്ഷണം വിജയകരമായി നടത്തി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നിവയുമായി സഹകരിച്ചാണ് ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സംതൃപ്തി പങ്കുവച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നകതാനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച ജപ്പാന്റെ നിലപാടിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം വിഭാഗത്തിൽ രാജസ്ഥാന് സ്വർണം. രാജസ്ഥാന്റെ മായങ്ക് ചൌധരി പ്രാചി സഖ്യമാണ് മെഡൽ സ്വന്തമാക്കിയത്. ഉത്തർപ്രദേശ് സഖ്യം വെള്ളി മെഡൽ നേടി. വയനാട് മാനന്തവാടിയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ 2 സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ അജിൻ ബിനു, ക്രിസ്റ്റി ബിനീഷ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.